ഓക്കെ, എൻ്റെ പേര് അനിരുദ്ധൻ ദേവദാസ്. പാലക്കാടാണ് എൻ്റെ വീട്. ഇപ്പം നമ്മളെ ചെറായില് ഒരു 20-ാം തീയതി മാർച്ച് 20-ന് ഒരു അന്താരാഷ്ട്ര ഹാപ്പിനെസ് ഡേ, സന്തോഷത്തിൻ്റെ ഡേ ഉണ്ട്. അതിനാണ് ഉപേന്ദ്ര യോഗാചാര്യനെ ഞാൻ വിളിക്കാൻ വന്നത്. രാവിലെ 8 മണി to 9:30 വരെയാണ് നമുക്ക് പെർമിഷൻ, ആ സ്റ്റേജിൽ പെർമിഷൻ. അപ്പോൾ യോഗാചാര്യൻ്റെ അനുഗ്രഹവും അറിവും ഞങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ ഉപേന്ദ്ര യോഗാചാര്യ അതല്ലേ പേരില്ലേ? ഉപേന്ദ്ര അല്ലേ? ഒന്ന് പറയാൻ പറ്റുമോ എന്താണ്, എപ്പോഴാണ് യോഗ തുടങ്ങിയത്, ഈ യോഗയുടെ ഗുണം എന്താണ് എന്നുള്ളതൊന്ന് അച്ഛൻ പറയാൻ പറ്റുമോ? യോഗയുടെ ഗുണം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെ ഔഷധങ്ങൾ കൂടാതെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വിദ്യയാണ് യോഗ. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ സംരക്ഷിക്കാനുള്ള ഒരു വിദ്യയാണ് യോഗ. ശരീരം ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ ദൃശ്യമല്ലാത്ത ഒന്നാണ് വായു. ഓക്കെ, ഈ വായുവിൻ്റെ പ്രവർത്തനമാണ് എല്ലാ സകല ജീവജരാചരങ്ങൾക്കും ജീവൻ അവരെ പ്രവർത്തിക്കുന്നത്. ഇത് മാത്രമേ സുരേഷ് ഗോപിയുടെയും എൻ്റെ പിന്നെ ഒന്നുകൂടെ എടുക്കാം. ഇല്ലില്ല. ഓക്കെ, വായു ഉണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തിക്കുള്ളൂ അല്ലേ? ഓക്കെ, വായു അത് നിലനിർത്തണം, അത് നിലനിൽക്കും, അത് നിലനിർത്തണം. ഇപ്പം നാസാഗ്രഹത്തേക്കുള്ള ശ്വാസം പിടിച്ചാൽ അത് മൂലാശയത്തേക്കുള്ള നമ്മുടെ ഹൃദയത്തിൽ വരും. മനസ്സിലായി. ഹൃദയത്തിൽ വന്ന് അതിങ്ങനെ അകീകരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചിട്ടുണ്ട് ശ്വാസം എടുക്കുന്നത്. അത് പിന്നെ വിട്ടുകൊണ്ട് വേറെ സ്വീകരിക്കും. അപ്പം അത് മറ്റു ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വായു എത്തിയിരിക്കും. ആ ഹൃദയമാണ് അതെവിടെ പിടിച്ചു നോക്കിയാലേ അറിയാം. അവിടെ പിടിച്ചു അടിക്കുന്നു. അടിക്കുന്നു. ഇതിനെ സങ്കോചവികാസമായിട്ട് നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇവിടുന്ന് വായു ചെല്ലുമ്പോഴേ ഈ ഹൃദയം ഇങ്ങനെ സങ്കോചവികാസമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ എത്രാമത്തെ വയസ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ 108 108ാമത്തെ വയസ്സാണ്. 108 വയസ്സിൽ ഇപ്പോഴും മരുന്ന് വല്ലതും കഴിക്കണ്ടോ? ഒന്നുമില്ല, ഒന്നും കഴിച്ചില്ല. ഉറക്കം എത്ര നേരം ഉറങ്ങാൻ പറ്റുന്നുണ്ട്? ഉറങ്ങാൻ ശരി നമുക്ക് ഇതിനെ 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ അതിൽ കൂടുതൽ വേണ്ട. 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം, സുഖമായ നിദ്ര അല്ലേ? അപ്പോൾ 108 വയസ്സിൽ ആരോഗ്യമായിരിക്കുന്ന അല്ലെങ്കിൽ നല്ല ചിന്തകളോടെ ഇരിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ട രീതി? നമ്മളിപ്പോൾ കാലത്ത് കാപ്പി കുടിക്കും, ചില ആളുകൾ കഞ്ഞി കുടിക്കും, അങ്ങനെ പല വിധത്തിലുണ്ട്. അപ്പോൾ ചായ കുടി കഴിഞ്ഞാൽ കാലത്ത് 8 മണിക്ക് ചായ കുടി കഴിഞ്ഞാൽ പിന്നെ 12 മണി അല്ലെങ്കിൽ 1 മണി, 1 മണിക്കുള്ളിൽ ചോറ് ആഹാരം കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 8 മണിക്ക്, വൈകുന്നേരം 8 മണിക്കോ? എത്ര മണിക്ക് ഉറങ്ങും? 8 മണിക്ക് 8, 9 എന്താണ് രാത്രി കഴിക്കുന്ന ഭക്ഷണം? രാത്രി ചോറ് കഴിക്കും. അത് നമുക്ക് വിശപ്പിന് എന്തെങ്കിലും കഴിക്കാനുള്ള ആഹാരം മതി, അതിന് വേണമെന്നില്ല. പിന്നെ രാവിലെ എത്ര മണിക്ക് എണീക്കും? രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീക്കും. യോഗ ചെയ്യും. ഓക്കെ, ഇനി ഒരു സന്ദേശം എന്താണ് ഇപ്പോഴത്തെ തലമുറയിലേക്ക് യോഗാചാര്യന്റെ സന്ദേശം എന്താണ് ഇപ്പോഴത്തെ തലമുറകൾക്ക്? അതായത് നമ്മൾ നിൽക്കുന്നിടത്തോളം പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതെല്ലാം ന്യായമായിട്ടും കൃത്യമായിട്ടും ചെയ്യാൻ ശരീരം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടുള്ളൂ. ശരീരം പ്രവർത്തിക്കാൻ വായുണ്ട്, ആ വായു പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇത് അനുഭവമാണ്. അത് വയസ്സ് പ്രായത്തിൽ തന്നെയുള്ള 100 വയസ്സല്ല, 1,00,000 വയസ്സായാലും ശരി ഇതേ പ്രസരത്തിന് വ്യത്യാസം വരില്ല. അതാണ് ഈ വായു ഒന്നും പ്രവർത്തിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ വ്യത്യാസം. അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ് എന്നും വായു, അതായത് ബ്രീത്തിങ്ങിനെ കുറിച്ച്, പ്രാണയെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായോ?
ഇത് ശില്പ യോഗ ട്രെയിനറാണ്. ഓക്കെ, ഈ അപ്പൊ വായുവാണ് ചിന്തയിലാണ് വായു ചിന്തിക്കുന്നു, വായുവിനെ കുറിച്ച് ചിന്തിക്കുന്നു, വേറെ ചിന്തിക്കാത്ത വായുവിന്റെ എങ്ങനെയാണ് ഇൻഹലേഷൻ എക്സലേഷൻ അത് പ്രവർത്തിക്കുന്നു. മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ് നമ്മൾ പറയുന്നത് യോഗാചാര്യൻ പ്രാക്ടിക്കലായിട്ട് ഡെയിലി അതാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അകത്തേക്ക് പോകുന്ന വായു പുറത്തേക്ക് വരുന്ന വായുവിൽ എന്തും ശ്രദ്ധ നൽകുന്നു. വെളിയിലേക്ക് വിടും. അത് നമ്മൾ ഇങ്ങനെ വെളിയിലേക്കും വിടും, അകത്തേക്കും ആചരണം ചെയ്യും. അകത്തേക്ക് വരുമ്പോൾ അത് ഈ നാസാചുറ്റത്തിൽ കൂടി വലിച്ച് മൂലാധാരത്തിൽ കൂടി വന്ന് കണ്ടത്തിൽ വന്ന് അത് വേണം ഈ ഹൃദയത്തിൽ വരുമ്പോൾ ആ ഹൃദയം വികസിക്കും. ആ വികസിക്കുന്ന ഇതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതിനെ കേൾക്കും. അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഇനി സന്തോഷത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷമായി ജീവിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നതാണെങ്കിൽ ജോലി ചെയ്യുക. അത് നമുക്ക് ഇവിടെ പണം ഉണ്ടായി എന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കഴിക്കാം. അതാണ് മനസ്സിൻ്റെ സന്തോഷമാണ് ശരീരത്തിൻ്റെ സുഖം. അസ്വസ്ഥതയില്ലാതെ നമുക്ക് കിട്ടിയാൽ അത് തന്നെ സുഖം. അത് കമ്മി വേറെ ഒന്നുമില്ല. ഇപ്പം നല്ല ശരീരം നല്ല ആരോഗ്യമുണ്ട്, അതും ഇതൊക്കെ ഉണ്ടെങ്കിലും അസ്വസ്ഥത വന്നാലും ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വസ്ഥ ശരീരമാക്കി മാറ്റുവാൻ ഈ വിദ്യയെ സാധിക്കുള്ളൂ. ഈ വിദ്യ വേറെ വിദ്യയില്ല. ഔഷധങ്ങളെ കൊണ്ട് നിലനിർത്താൻ പറ്റുമോ? ഇല്ല. ശ്വാസോച്ഛ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ശരീരം നിലനിൽക്കും. മനസ്സിലായി. അപ്പൊ നമുക്ക് 20-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ചെറായി ബീച്ചിൽ വെച്ചിട്ട് വെള്ളിയാഴ്ച 20-ാം തീയതി ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉപേന്ദ്ര യോഗാചാര്യയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പൊ അന്ന് വന്നിട്ട് ഒരു ഉപദേശം സമൂഹത്തിന് നൽകണം. അതുപോലെ ഒരു ബുക്ക് ഉണ്ട്, ഒരു ബുക്ക്ലെറ്റ്, അതിന്റെ ഉദ്ഘാടനം ചെയ്യണം. ഓക്കെ, ലോഞ്ചിങ് ഓഫ് ഹാപ്പിനെസ്. തീർന്നു. ഇനി